ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഞാനിത് കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്, ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സ് ചേർന്ന് നടത്തുന്നൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് ഷൊർണൂർക്കോ പട്ടാമ്പിക്കോ പോകുന്ന റോഡുണ്ടല്ലോ, ഒറ്റപ്പാലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇടത്തെ സൈഡിലായിട്ടുള്ള ആ റൂട്ടിൽ കേട്ടോ, ഒറ്റപ്പാലം ഷൊർണൂർ റോഡുണ്ടല്ലോ, അതിൽ ഇടത്തെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. അപ്പം അവർ ഹോട്ടൽ ഇനോഗ്രേഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയി. അപ്പോൾ ഇനോഗ്രേഷൻ ഏട്ടൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ട്സ് ചേർന്ന് തുടങ്ങിയ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കാറ്ററിങ്ങൊക്കെ ഉണ്ട്, മുന്നേ കാറ്ററിങ്ങൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, അവരൊക്കെ ചേർന്നിട്ടാണ് ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ സദ്യയാണ് കഴിച്ചത്. ഇനോഗ്രേഷൻ്റെ ദിവസമായിരുന്നുകൊണ്ട് തോന്നുന്നു കുറച്ച് കറികൾ കൂടുതലുണ്ട്. അതിന് ശേഷം ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ, തിരക്കായ കാരണം കൊണ്ട്. എന്ന് വെച്ചിട്ട് ഫ്രീ ഫുഡൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പം സദ്യ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റില്ല, കാരണം അറിയാമല്ലോ, മോനെയും കൊണ്ട് ഒറ്റയ്ക്ക് ആസ്വദിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അവനെ എങ്ങനെയൊക്കെയോ ഞാൻ മാനേജ് ചെയ്ത് ഫുഡും അവന് വാരി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചത്. അപ്പോൾ അത് കാരണം കഴിക്കണ വീഡിയോ ഒന്നും അത്ര ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ മാത്രമല്ല, വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഇനോഗ്രേഷന് പോകാൻ പ്ലാൻ ചെയ്ത കാരണം കൊണ്ട് ഞാനൊന്നും കുക്ക് ചെയ്തില്ല, അവിടെ പോയിട്ട് കഴിച്ചത്. രാവിലെ തൊട്ട് വിശന്നിരുന്നിട്ട് അവിടെ ചെന്ന ഉടനെ ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഏട്ടൻ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടൻ എടുത്തു എന്ന് വിചാരിച്ചു, ഏട്ടൻ എടുത്തിട്ടില്ല. ഏട്ടൻ ഈ കുറേ ആൾക്കാരിങ്ങനെ ഉള്ളിടത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് തോന്നുന്നു. എന്താ ഈ അടുത്തിറങ്ങി തുടങ്ങിയതാണ് കേട്ടോ. അതാ ഫിഷ് ഫ്രൈ വന്നു. അങ്ങനത്തെ ഫിഷ് ഫ്രൈ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഏട്ടൻ ബിരിയാണി കഴിച്ചത്, ദം ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് റിങ്ങ് കോഴിയോ അങ്ങനെ എന്തോ ഇതാണ് പറഞ്ഞത്, അത് വെച്ചിട്ട് ബിരിയാണി ആയിരുന്നു ഏട്ടൻ കഴിച്ചത്. അപ്പോൾ അത് ഫുള്ള് എല്ലിൻ്റെ ഒരു അങ്ങനത്തെ കൂടുതൽ എല്ലിൻ്റെ കഷ്ണം, എല്ലുള്ള എന്താണ് കോഴിയാണ് തോന്നുന്നു, ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സദ്യയായിരുന്നു, ഞാൻ നല്ല അടിപൊളിയായിട്ട് സദ്യ കഴിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാം കൂടി ചേർത്തിട്ട് ഞങ്ങൾ പോരുമ്പോൾ 480 ബില്ലുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ 2 കുട്ടിയും കൂടെ ഞാൻ മോനും കൊടുത്തു ഭക്ഷണം കഴിച്ചു പോന്നു. അപ്പോൾ അതായിരുന്നു ഒരു വിശേഷം. അപ്പോൾ നിങ്ങളൊക്കെ അതുവഴി പോവുകയാണെങ്കിൽ ഹോട്ടലിൽ കയറി കഴിക്കാം കേട്ടോ. ഓക്കെ, ടാറ്റാ.